എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ചോദ്യത്തിൽ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഇസ്ലാം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. വിശുദ്ധ ഖുർആൻ രണ്ട് കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതിൽ നിയമങ്ങളുണ്ട്, വാല്യൂസ് ഉണ്ട്, അല്ലേ? നിയമങ്ങളുണ്ട്, വാല്യൂസ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ട അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, നമ്മൾ പുലർത്തേണ്ട മൂല്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. മാത്രമല്ല, അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്തൊക്കെ ഇളവുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം നിസ്കാരം എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും നിർബന്ധിതമായ കർമ്മമാണ്. നിസ്കരിക്കാത്ത ഒരാൾ മുസ്ലിം അല്ല, അത്രയും നിർബന്ധമാണ്. പക്ഷേ നിസ്കാരത്തിന് ഇളവുകളുണ്ട്, അല്ലേ? നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രൂപം. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ മതി, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ കിടന്ന് നിസ്കരിച്ചാൽ മതി, അതിനും കഴിയാത്ത ഒരാൾ മനസ്സുകൊണ്ട് ഇങ്ങനെ നിസ്കരിച്ചാൽ വരെ മതി. നിസ്കാരത്തിന് ഇളവുണ്ട്, നിസ്കരിക്കണം എന്നേ ഉള്ളൂ. നോമ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പഠിച്ചോൻ പറഞ്ഞത്, നിങ്ങൾ യാത്രക്കാരനാ എന്നാ വേണ്ട കേട്ടോ, നിങ്ങൾ രോഗിയാണോ എന്നാ വേണ്ട, പിന്നെ മതി. അനുഷ്ഠാനങ്ങൾക്കൊക്കെ ഇളവുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇളവുകളില്ലാത്ത കാര്യം വാല്യൂസാണ്. വാല്യൂസിന് ഇളവില്ല. മരിക്കാൻ കിടക്കുന്ന ഒരാൾക്കും കിടന്ന് നിസ്കരിച്ചാൽ മതി, നിസ്കാരത്തിൽ അയാൾക്ക് ഇളവുണ്ട്. പക്ഷേ അയാൾക്ക് ഒരാളെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല, ഒരാളെ പരിഹസിക്കാൻ പാടില്ല, ഒരാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പാടില്ല. ദിസ് ഈസ് വാല്യൂസ്. ഇപ്പം ഖുർആനെ ഒരാൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ഈ രണ്ട് രീതിയുണ്ട്, രണ്ട് രീതിയിലും ഇതിനകമുണ്ട്. അപ്പോൾ ആ വാല്യൂസാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്.